നമുക്കിനിയും അതിഥിയിലേക്ക് പോകാം എന്ന് കരുതുന്നു. ഇന്നത്തെ അതിഥി വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്, കലാമണ്ഡലം സത്യഭാമ. നൃത്താധ്യാപികയാണ്. ഒപ്പം തന്നെ നിരവധി വിശേഷങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കും. നമസ്കാരം, സ്വാഗതം ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് നമ്മൾ നേരത്തെ വിളിച്ചിരിക്കുന്നതും ഈ വിഷയങ്ങൾ സംസാരിക്കുന്നതും. ഈ വർഷം സമാനതയില്ലാത്ത രീതിയിലൊരു പ്രളയം നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. കലോത്സവം റദ്ദാക്കി എന്നുള്ളതാണ് ഈ കലാപ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായ ഒരു കാര്യം. അതിനോട് യോജിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? വർഷങ്ങളായിട്ട് ഈ രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. നമ്മൾ വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് നടന്നത്. എന്നാലും കലോത്സവം മാത്രമല്ലല്ലോ നിർത്തിവെച്ചത്, നമ്മുടെ ഓണം ഫെസ്റ്റൊക്കെ നിർത്തി. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ഞങ്ങളെ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രോഗ്രാംസ് ഞങ്ങൾക്കില്ലാതെ. അത് വളരെ ദുഃഖകരമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്നുവെച്ചാൽ ഞങ്ങളെ ഇപ്പോൾ കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ തൃപ്പൂണിത്ര RLV മ്യൂസിക് കോളേജ്, ഇവിടെ SST കോളേജ്, പിന്നെ പാലക്കാട് മ്യൂസിക് കോളേജ്, ഇവിടങ്ങളിലൊക്കെ സംഗീതവും നൃത്തമൊക്കെ അഭ്യസിച്ചു വരുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക്, ഇപ്പോൾ ഞാനൊരു 40 വർഷമായി, എന്നേക്കാളും കുറച്ചും കൂടി ഏജ് കുറഞ്ഞിട്ടുള്ളവർക്ക് പോലും എനിക്കും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു ജോലി സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതേപോലെയുള്ള ഇത് വലിയൊരു ദുരന്തമാണ് നമ്മളെ കേരളത്തിനെ സംബന്ധിച്ച് നടന്നത്. അതിനേക്കാട്ടിലും ദുരന്തം അനുഭവിക്കുന്നവരെ ഞങ്ങൾ കലാകാരന്മാർ. ഞങ്ങൾക്ക് സ്ഥിര തൊഴിലുകളില്ല. ഞങ്ങൾ അത്യാവശ്യം വീടുകളിലുള്ള ട്യൂഷൻസ് അല്ലെങ്കിൽ സ്കൂളുകളിൽ സീസൺ ആകുമ്പോൾ കുറേ നൃത്ത അധ്യാപകർ ഇറങ്ങിയിട്ടുണ്ട്, ബോയ്സ്. പിന്നെ അവർ ഗ്രൂപ്പ് തിരുവാതിര, മാർഗംകളി എന്നുള്ള ഐറ്റംസൊക്കെ പഠിപ്പിച്ച് ആ സീസൺ ആകുമ്പോൾ അവർക്ക് കിട്ടുന്ന തുച്ഛമായൊരു വരുമാനം കൊണ്ട് ഓരോ കുടുംബം ജീവിച്ചു വരുന്ന ഒരു അന്തരീക്ഷം ഉണ്ട്. കലോത്സവ സമയത്താണ് അത് കൂടുതൽ അവർക്ക് കിട്ടുന്നത്. പിന്നെ നമുക്കിപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടിയൊക്കെയല്ലേ ക്ലാസ് ബേസിൽ പഠിക്കാൻ വരും കുട്ടികൾ. മാർഗംകളി നമുക്ക് സ്ഥിരമായിട്ട് പഠിക്കണ്ട, തിരുവാതിര വേണ്ട, ഗ്രൂപ്പ് ഡാൻസ് വേണ്ട, സിംഗിൾ ഗ്രൂപ്പ് നാടോടി നൃത്തം വേണ്ട. പിന്നെ നമ്മൾ ഇപ്പോൾ നൃത്തം മാത്രമല്ല, ഈ ഒരു മോണാക്ട് അല്ലെങ്കിൽ മിമിക്രി എന്നുള്ള ആ ഐറ്റംസ് ആയാലും, ചെണ്ടവാദ്യം, ദഫ്മുട്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ യുവജനോത്സവത്തിലുണ്ട്. ഇതൊന്നും സ്ഥിരമായിട്ട് ആർക്കും വേണ്ട. ഈ കലോത്സവം പറയുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കൂടിയും കുട്ടികൾക്കുള്ളൊരു അവസരം, ഭയങ്കര ഒരു അവസരം. അവർക്ക് മാനസികമായിട്ട് അവർ പല പല പ്രശ്നങ്ങൾ യുവജനോത്സവം സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കോഴ വാങ്ങിക്കുന്നു, ചിലരൊക്കെ ഇപ്പോൾ വളരെ ചില നമ്മുടെ ഡാൻസ് ഞങ്ങളുടെ സഹപാഠികൾ കൂടിയായി അവർ ജയിലിലൊക്കെ പോകേണ്ടതായിട്ട് വന്നു. പക്ഷേ യഥാർത്ഥ കുറ്റവാളികൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോഴും അതിനകത്ത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരിൽ തന്നെ കലാകാരന്മാരല്ലാത്ത ഈ ഫീൽഡിൽ അതിനകത്ത് അവർ പുറത്തു വന്നിട്ടില്ല ഇതുവരെ. ശരിക്കും കുറ്റം ചെയ്യാത്തവർ ജയിലിൽ കിടന്നു എന്നേ ഞാൻ പറയുള്ളൂ. അതൊന്നും ദുരന്തമായിട്ട് ബന്ധപ്പെട്ടതല്ല. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, എന്നെ ഇന്നലെയും മിനിഞ്ഞാന്നായിട്ട് ഒരുപാട് കുട്ടികളും, ഞാനിപ്പോൾ കലാമണ്ഡലത്തിൽ ബോർഡിൽ സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് ഇരിക്കുക. അപ്പോൾ ആ ഒരു ബേസിൽ പിന്നെ ഞങ്ങൾക്ക് ഡാൻസ് ടീച്ചേഴ്സ് അസോസിയേഷനിലെ ജില്ലാ സെക്രട്ടറിയാണ് ഞാൻ ഇവിടുത്തെ ട്രിവാൻഡ്രം. അപ്പോൾ ആ ബേസിലൊക്കെ എന്നെ പലരും ഇന്നലെയും മിനിഞ്ഞാന്നായിട്ടൊക്കെ വിളിച്ചു, ഈ ഒരു പ്രശ്നം, അത് യുവജനോത്സവം വേണോ വേണ്ടേ എന്നുള്ള. അപ്പോൾ കുട്ടികൾ വരെ ഇതിനകത്ത് ഭയങ്കര ദുഃഖമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഇത്രയും വർഷം അവർ ഈ പരിശീലിച്ചു മാത്രമല്ല, എന്റെ സ്ഥാപനത്തിലും പല സ്ഥാപനം കുട്ടികൾ പഠിച്ചു കഴിഞ്ഞു. അവർ പൈസയൊക്കെ മുടക്കി അത്യാവശ്യം ഞങ്ങളൊരു ഐറ്റം പുതിയത് എടുക്കുമ്പോൾ അത് ആ കുട്ടിയെ പഠിപ്പിക്കുന്നു, അതിനെ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ സ്റ്റുഡിയോ റെക്കോർഡിംഗ് ആണ് എല്ലാവരും. അല്ല നമുക്ക് അതിൻ്റെ ക്വാളിറ്റി കിട്ടില്ല. ഇപ്പോൾ ലൈവ് ഇല്ലാത്തത് കൊണ്ട് അത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പൈസ മുടക്കി ചിലർ പഠിച്ചു കഴിഞ്ഞു സ്റ്റുഡിയോ റെക്കോർഡിങ്. അപ്പോൾ ഇത് ഇല്ലാതെ വന്നാൽ ഇത് ഭയങ്കരമായിട്ട് ഒരു ദുഃഖം കുട്ടികളിൽ അനുഭവപ്പെടുന്നു. മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഒരു അവസരം നഷ്ടപ്പെടും. പിന്നെ അതല്ല, എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു അസുഖമായിട്ട് കിടക്കുന്ന ഒരു രോഗി പാട്ടിൽ കൂടി ഭേദപ്പെടുന്നു നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ സംഗീതം അത് വലിയൊരു കലയല്ലേ. നൃത്തം അതല്ലെങ്കിൽ പോലും സംഗീതം വലിയൊരു, അതുപോലെ സംഗീതം ഉണ്ടല്ലോ നമ്മുടെ മത്സരത്തിൽ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ചെലവ് ചുരുക്കൽ പദ്ധതിയിൽ ചെയ്താൽ എന്താ, അതായത് നേരത്തെ ഉള്ള രീതിയിലുള്ള ചെലവില്ലാതെ പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഏത് മന്ത്രിസഭ മാറി വന്നാലും എന്നെ വ്യക്തിപരമായ എൻ്റെ ഒരു അഭിപ്രായം, 40-42 വർഷമായിട്ട് ഞാൻ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് യുവജനോത്സവത്തിലൊക്കെ ആർഭാടമായൊരു രീതി തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ പിന്നെ
നമ്മളവിടെ ചെല്ലുമ്പോൾ കാണാതെ ഈ കെട്ടിയിരിക്കുന്ന ഓഡിറ്റോറിയത്തിൽ തന്നെ എത്രയോ ടി വികൾ വയ്ക്കുന്നു. ഭയങ്കര ഇത്ര 3-4 ദിവസത്തെ ഒരു പരിപാടിയാണെങ്കിൽ പോലും കുറച്ചും കൂടെ ചെലവ് ചുരുക്കൽ പദ്ധതി ഉണ്ടായാൽ നമ്മുടെ ഖജനാവിൽ പൈസ ഇനി നിരന്തരമായിട്ട് പല തുറകളിൽ നിന്ന് വന്ന് സേവ് ചെയ്ത് വരും. നമുക്കിപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നുണ്ട് സഹായം. അപ്പോൾ ഇങ്ങനെ ഈ ചെലവ് ചുരുക്കൽ പദ്ധതി എപ്പോഴും ഉണ്ടായാൽ അത് നടക്കൂലേ? ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ മത്സരത്തിന് വരുമ്പോൾ അവരുടെ പോലും കഴിവില്ലാത്ത പല വേദികളിൽ ഇരിക്കുന്ന ജഡ്ജസ് ഉണ്ട്. എന്നാൽ നല്ല ജഡ്ജസ് വന്നിട്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവർക്ക് കൊടുക്കുന്നൊരു ചെറിയൊരു സിറ്റിംഗ് ഫീ ഉണ്ട്. അത് പുറമെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ കലാകാരന്മാരല്ലാത്തവർ വിചാരിച്ചിരിക്കുന്നു ഭയങ്കരമായ ഒരു എമൗണ്ടാണ് ഇവർക്ക് കൊടുക്കുന്നതെന്നാണ്. വളരെ തുച്ഛമായ പൈസയാണ് ഞങ്ങളെ ഉള്ളവർക്ക് തരുന്നത് ഒരു ജഡ്ജ്മെൻറ്റിലിരിക്കുമ്പോൾ. പിന്നെ ഈ പൈസ ഇത്രയും ചെലവ് ചെയ്യുന്നത് ഇവർ ആർഭാടമായിട്ടുള്ള ഇതാണ്. ആ ഒരു ഓഡിറ്റോറിയത്തിൽ കാശ് മുടക്കിയത് കാണുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോകും. അതിലുപരി ഫുഡ് സെക്ഷനിൽ നോക്കുമ്പോൾ ടി വിയിലും നമ്മളെല്ലാ ചാനലുകളും വളരെയധികം പരസ്യമാണ്. എങ്ങനെ ഫുഡ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, വലിയ വലിയ ആൾക്കാർ വന്നിട്ട് അത് പാചകം ചെയ്യുന്നു എന്നൊക്കെ. ഇതിനകത്ത് കഴിക്കുന്നത് വളരെ ചുരുക്കം വരാം. ഈ മത്സരത്തിന് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് വന്നവർ കൂപ്പണൊക്കെ മേടിച്ച് അതിനകത്ത് വന്നിരുന്ന് കഴിക്കുന്നവരുണ്ട്. അതാണ് ഇതിന്റെ മറ്റൊരു വശം. ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ കലാകാരന്മാരെ അവരുടെ പെർഫോമൻസ് അവർക്കുള്ള വേദി എന്നൊക്കെ പറയുമ്പോഴും ഇതിന്റെ വല്ലാത്തൊരു പണക്കൊഴുപ്പ്, അനാവശ്യമായ മത്സരങ്ങൾ, രക്ഷിതാക്കൾ തമ്മിലും കുട്ടികൾ തമ്മിലും വഴക്ക്, ബഹളം തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആർഭാടം അതിലും കാണാറുണ്ട്. കോസ്റ്റ്യൂംസ് ശരിക്കും നമ്മൾ അതിലൊക്കെ ചെന്നൈയിൽ അവരെ കണ്ടുപിടിക്കണം. മദ്രാസ് സ്റ്റേറ്റിലാണല്ലോ ഭരതനാട്യം ആർട്ട് ഫോം അവരുടേതാണ്. അതുപോലെ കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിലെ. പക്ഷേ അത് ഞാൻ ഭരതനാട്യത്തെ സെക്ഷനിലുള്ള അധ്യാപകരെയും അത് കൊണ്ടു നടക്കുന്നവരെയും കൂടുതൽ ഞാൻ ബഹുമാനിക്കുകയാണ്. എന്താ പറയുക, അവർ വളരെ കോസ്റ്റ്യൂംസൊക്കെ വളരെ സിമ്പിളാണ്. അവരുടെ ഡ്രസ്സിങ് ആയാലും അവർ ഒരുപാട് ആർഭാട ഡ്രസ്സുകളില്ല. പക്ഷെ അവരുടെ കളിയിലാണ് നമ്മളെ പിടിച്ചിരുത്തുന്നത്. അത് നമ്മുടെ കേരളത്തിലുള്ള അധ്യാപകർ കണ്ടുപിടിക്കണം. അതെന്തുകൊണ്ടാണ് നമ്മുടെ നിങ്ങളെപ്പോലുള്ള ഇടത്തെപ്പോലുള്ളവരൊക്കെ ഈ ഇത്തരം ഒരു പ്രവണത, ഈ പറഞ്ഞതുപോലെ വഴക്ക്, ബഹളം, അതിന്റെ അനാവശ്യമായ മത്സരങ്ങൾ, രക്ഷിതാക്കൾ തമ്മിലുള്ള നമ്മൾ പല വേദികളിലും ഇവർ നമ്മൾ അടിയും ബഹളവും ഒക്കെ നമ്മൾ ചാനലുകളിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് അതിന്റെ കാര്യം. അതായത് അല്ലല്ല, ഒരിക്കലും നമ്മൾ നൃത്താധ്യാപകർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഇതിന്റെ പുറകില് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ കുറെ ഉദ്യോഗസ്ഥന്മാർ ഇതിന്റെ പുറകിലുണ്ട്. ഒരു പ്രോഗ്രാം കൺവീനർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ സ്വാധീനിച്ചാൽ ജഡ്ജസ് ആരാണെന്ന് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ അങ്ങേർക്ക് വലിയൊരു ഭീമമായ എമൗണ്ട് പോകുന്നു. ഇതേപോലെ ഈ വിളിക്കുന്ന ആൾക്കാർ ഇരിക്കുന്ന ജഡ്ജസിന് പോകുന്നു. ഇങ്ങനെ വരുന്നത് എമൗണ്ട് മുടക്കുന്നത് ആരാ? ഒരിക്കലും ഗവൺമെന്റ് അല്ല. പക്ഷെ ഗവൺമെന്റിൽ വന്നിരിക്കുന്ന മന്ത്രിസഭ മാറി വരുന്ന ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഉദ്യോഗസ്ഥർ. അപ്പം മെയിനായിട്ട് ഒരു 4 പേര് ജയിലിൽ കിടന്നെങ്കിൽ അതിനകത്ത് കലാകാരനേ അല്ലാത്ത ഒരാളുണ്ട്. ഞാൻ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല, എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്. ഇദ്ദേഹത്തിന് അപ്പീൽ കൊടുത്തത് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരാണ്. അവർ പുറത്തു വന്നിട്ടില്ലോ. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ കഴിവുള്ള കുട്ടികളുടെ ഒരു അവസരമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ കഴിവുള്ള കുട്ടികളെ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇത്തരത്തിലുള്ള കലാമേളകൾ നടത്തേണ്ടത്. അതല്ല സംഭവിക്കുന്നത് പലതും. ആ സെക്ഷനിലേക്ക് നമ്മൾ കടന്നാലും ഒരുപാട് സംസാരിക്കാനുണ്ട്. രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉണ്ട് ഈ പല കാര്യങ്ങളും. ഉണ്ട്. അതാ ഈ പ്രശ്നങ്ങൾ വരുന്നത്. കലാകാരന്മാർക്ക് കലയെ പ്രോത്സാഹിപ്പിച്ച് അതിനെ വളരാനും അതിനെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രവണത വരുന്നില്ല. പിന്നെ ഈ കാശ് മുടക്കി ചെയ്യുന്നതിൽ നമ്മുടെ ഇപ്പോൾ ഈ മത്സരം സ്റ്റേറ്റ് യുവജനോത്സവമായാലും ഇപ്പോൾ പണ്ടാണെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് നേരെ ജില്ലയാണ്, പിന്നെ സ്റ്റേറ്റാണ് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ അതല്ല, സബ് ജില്ലയും കൂടെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിൽ കളിക്കുന്ന കുട്ടിക്ക് ചിലവ്, സബ് ജില്ല ചിലവ്, ജില്ല, സ്റ്റേറ്റ്. അപ്പോൾ ഇത്രയും ഭീമമായ ഒരു എമൗണ്ട് നമ്മൾ ഈ മത്സര യുവജനോത്സവത്തിന് ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ജില്ല വരെയെങ്കിലും നടത്താനുള്ള ഒരു ഇത് വരട്ടെ. പൈസ കുറച്ച് നടത്താം. ഞാൻ ചോദിക്കട്ടെ, 10,000 രൂപ കൊണ്ട് ഒരു കുടുംബം കഴിയുന്ന വീടുകൾ നമുക്കറിയാം, അല്ലെങ്കിൽ ഉണ്ട് നമ്മുടെ ഈ ലോകത്ത്. അതുപോലെ 10 ലക്ഷം കൊണ്ട് ജീവിക്കുന്നവരില്ലേ, അല്ലെങ്കിൽ 50,000-ന് ജീവിക്കുന്നവരില്ലേ. അതേപോലെ നമ്മൾ ഈ പൈസ മുടക്കുന്ന ഈ മത്സരത്തിന് വളരെ ചുരുക്കി ചെയ്യാൻ പറ്റണം. അത് ഏതു കൊല്ലം ചെയ്യണമെന്നാണ് ഞാൻ പറയാം. അല്ലാതെ ഇത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്റ്റേറ്റ് മത്സരം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ശരിക്കും ഈ കുട്ടികൾ അല്ലെങ്കിൽ പാരൻസ് മാത്രമല്ല, നമ്മുടെ ഏത് ജില്ലയിലാണ് നമ്മൾ സ്റ്റേറ്റ് നടത്തണമെങ്കിൽ അവിടെ
അവിടുത്തെ MP MLA ജനപ്രതിനിധി ആൾക്കാർ അവരാരൊക്കെയാണെങ്കിൽ അവർ, പിന്നെ കുറേ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ പോലീസുകാരില്ലേ, അതേപോലെ കുറേ അധ്യാപകരില്ലേ, എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ്മയാണ് ഒരു ഈ വലിയൊരു ഏഷ്യയിലെ ഏറ്റവും കലാമേള എന്ന് പറയുന്നത് ഒരു ആഘോഷത്തിനുപരി ഒരു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവിടെ ദുരിതം എപ്പം നമ്മൾ TV വയ്ക്കുമ്പോഴിപ്പോഴും ഈ പ്രളയം ഇപ്പോഴും പലരും പല ദിക്കുകളിലും കിടക്കുന്നുണ്ട് വീടുകളില്ലാതെ. അതൊക്കെ വളരെ ദുഃഖകരമാണെങ്കിൽ പോലും ഇവരിലിപ്പോൾ അവിടെ തന്നെ ഒരു TV വെച്ചിട്ട് ഈ സ്റ്റേറ്റിൽ നടക്കുന്ന പരിപാടികൾ അവർക്ക് കാണാൻ സാധിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വലിയൊരു കുളിർമയായിരിക്കും, ആശ്വാസം പകരുന്ന ഒരു കാര്യമായിരിക്കണം. സഹാധ്യാപകരുമായും ഇത്തരത്തിൽ നൃത്താധ്യാപകരുമായും ഈ കുട്ടികളുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു അടുത്ത ദിവസങ്ങളിൽ? സംസാരിച്ചു. ഇപ്പൊ ഇന്ന് ഇവരിപ്പോ ഇവിടെ സെക്രട്ടേറിയറ്റ് നടയിൽ ഒരു ധർണയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്ന്. അപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ സംസാരിച്ചാൽ അതിലുപരി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടെ ചെന്ന് മിനിസ്റ്ററെ കാണും. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇതിനെ കുറച്ച് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഒരു 70% വേണ്ടാന്ന് വന്നിട്ടുള്ളൂ, 100% ആയിട്ടില്ല. ബാലമിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഇത് നടത്തണമെങ്കിൽ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ കലാകാരന്മാരും പറയുന്നത്, ചെലവ് ചുരുക്കി നമുക്ക് ചെയ്യാൻ സാധിച്ചേ പറ്റൂ. അല്ലാതെ കുട്ടികളുടെ മാനസികമായ ഒരു കലാപരമായിട്ടുള്ള ഒരു നൃത്തം, ഞാനിപ്പോൾ നൃത്തമായതുകൊണ്ട് നൃത്തത്തിനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാ കലയിലും ബഹുമാനിക്കുന്ന ഒരു അധ്യാപികയാണ്. പിന്നെ ഒരു ഡാൻസിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരുപാട് അറിവുണ്ടാവുന്നതാണ് പുരാണങ്ങളായിട്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു മാത്സിനോട് സാമ്യപ്പെട്ട ഒരു തൊഴിലാണ് ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസുകളെല്ലാം. അപ്പോൾ ഇത് ബഹുമാനപ്പെട്ട എല്ലാവരോടും, ഇതിൻ്റെ ഉന്നത നിലയിലിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇത് ചെലവ് ചുരുക്കി നമ്മുടെ കുട്ടികളെ വിഷമിപ്പിക്കാതെ അവരുടെ മാനസികമായൊരു വളർച്ചയ്ക്ക് ഇത് ചെയ്യുന്നത് നല്ലതല്ലേ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ കേവല ഗ്രേസ് മാർക്കുകളിൽ മാത്രം പലപ്പോഴും അതിനുവേണ്ടി മാത്രം ഈ സ്റ്റേജിൽ എത്തുന്ന കുട്ടികളില്ലേ, ഇതിന് ശേഷം നേരത്തെ ചോദിച്ചു പഴകിയ ചോദ്യമാണെങ്കിലും ഈ കലാലയം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇതുമായി യാതൊരു ബന്ധമുണ്ടല്ലോ. ഈ ഡാൻസും പാട്ടും ഒക്കെ പഠിച്ചത് കലോത്സവത്തിന് വേണ്ടി മാത്രം പഠിച്ചു വെച്ചിട്ട് അത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അതുമായി ഒരു ബന്ധമുണ്ട്. ഡോക്ടർ എഞ്ചിനീയർ ആവാനൊക്കെ ആയിരിക്കും അവര്. അപ്പോൾ ഒരു ഡോക്ടറായ ഒരു കുട്ടിക്ക് എങ്ങനെ നൃത്തത്തിൽ വരാൻ പറ്റും? അറ്റ്ലീസ്റ്റ് എല്ലാം കൂടെ ഒതുക്കി വെച്ച് വേണമെങ്കിൽ ഒരു പ്രോഗ്രാം ചെയ്യാം, ഒരു ക്ലാസ് ഇടാൻ പറ്റുമോ? പക്ഷേ എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ അടുത്ത് പഠിച്ച പല കുട്ടികളും ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ട്, MBA-ക്കാർ MCA-ക്കാരൊക്കെ ഉണ്ട്. ഇവരൊന്നും നമ്മുടെ കേരളത്തിലല്ല, വെളി നാടുകളിലാണെങ്കിലും ഇവരൊക്കെ ഡാൻസ് ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറയണം, ടീച്ചറെ എനിക്ക് ആ കുട്ടി പറയണതാണ്, എനിക്ക് കുറച്ചും കൂടെ ഒരു മാനസികമായിട്ടുള്ളൊരു സന്തോഷം തോന്നിയതില്ലാണ്. ഞാൻ ഹോമിയോ ഡോക്ടർ എൻ്റെ ആ പ്രൊഫഷൻ കുറച്ച് ഒരു സൈഡായിട്ട് വെച്ചിരിക്കുക, എനിക്കിതിന് ഭാഗത്ത് വളരെ സന്തോഷം തോന്നുന്നു, അല്ലെങ്കിൽ അത്യാവശ്യം വരുമാനമുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവരുണ്ട്. എന്നാൽ നമ്മൾ ഇപ്പോൾ MBBS എടുത്തു, എൻജിനീയറിംഗ് എടുത്തു, ആ കുട്ടി ഓട്ടോമാറ്റിക്കലി ആ കുട്ടിക്കൊരു എൻഗേജ്മെൻറ്റ് വന്ന് മാരേജ് കഴിഞ്ഞു. ആ കല്യാണം കഴിക്കണ ആൾക്ക് ഇഷ്ടപ്പെടണ്ടേ? അപ്പോൾ അച്ഛനും അമ്മയും എന്താ വിചാരിക്കുന്നത്? മകളുടെ ഭാവി നീ ഇനി ഡാൻസ് അതല്ലേ മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ. അല്ല, ഈ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടമൊക്കെ ക്ലാസ് ഇടാം. പക്ഷെ ഈ ഗ്രൂപ്പ് ഐറ്റംസിലൊക്കെ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ തനത് കലകളെ പ്രോത്സാഹിപ്പിക്കാനും കൂടിയാണല്ലോ ഈ ഒരു ഇത്തരം കല. ഈ ഗ്രൂപ്പും എല്ലാ തൊഴിലുകളും നമ്മൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിലാണെങ്കിലും MBBS കോളേജുകളിലൊക്കെ ആണെങ്കിലും ഒരു ആർട്ടില്ലാത്തൊരു സ്ഥലമില്ല. ഇപ്പം സെക്രട്ടേറിയറ്റിൽ നിന്ന് ഫയലിൻ്റെ മുമ്പിൽ വന്ന് ഇറങ്ങിയിട്ട് വരുന്ന ഏതൊരു ആൾക്കാരും വൈകുന്നേരം ആകുമ്പോൾ എവിടെയെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ, ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ ഏതെല്ലാം സ്റ്റേജുകളിലും എല്ലാം ഉണ്ടോ എന്ന് പത്രം നോക്കിയാൽ അറിയാം. വന്ന് കാണുന്നവരില്ലേ, എല്ലാം മറന്നിരിക്കുന്ന ഒരു സാധനമല്ലേ കല. സംഗീതം ഇഷ്ടപ്പെടാത്ത ആരാ? 100-ൽ 100 പേർക്ക് സംഗീതം ഇഷ്ടമാണെന്നാണ് എൻ്റെ വിചാരം. 100-ൽ ഒരു 50 പേർക്ക് ഡാൻസ് ഇഷ്ടം ഉണ്ടാവുള്ളൂ. ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു ഡാൻസാണ് എല്ലാവരും മനസ്സിൽ. അതല്ല, ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം. ദാസേട്ടൻ പറഞ്ഞ പോലെ ക്ലാസിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ ഏതിലോട്ട് തിരിയാനും വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെല്ലാവരുടെ ദുഃഖത്തിലും നമ്മൾ പങ്കുചേരുക ഈ ദുരന്തം. പക്ഷേ ഇങ്ങനെയുള്ളത് നമ്മുടെ കുട്ടികളിൽ ദുഃഖം വരുന്ന ഒരു പ്രശ്നമാണ്. അതിലുപരി അധ്യാപകർക്കും അതേപോലെ അവർക്ക് ഒരു വരുമാനമില്ലാതെ നാട് നീളെ ഓടിക്കൊണ്ട് നടക്കുന്ന ചില ടീച്ചേഴ്സിനൊക്കെ ഇത്തിരി വരുമാനവും ക്ലാസ്സുകളൊക്കെ ഉള്ള അന്വേഷിച്ച് പിടിച്ച് വരുന്ന, ചില ദൂരത്തുനിന്നാണെങ്കിലും വരുന്ന കുറേ കുട്ടികളുണ്ട്. അവർ ചില വിരലിലെണ്ണാവുന്ന ചിലർക്ക് നല്ല വരുമാനം കാര്യങ്ങളുണ്ട്. എന്നാൽ കൂടുതലും വളരെ കുറവുള്ളവരാ, ജോലി സാധ്യത ഇല്ലാത്തതാണ്. ഈ പ്രത്യേക സമയത്ത് മാത്രം എന്തെങ്കിലും സാമ്പത്തികം കിട്ടുന്നത്. ഞങ്ങൾ ശരിക്കും രാത്രികളെ പകലുകളാക്കിയിട്ട് അധ്വാനിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ഒരു ആർട്ടിസ്റ്റുകൾ.
പക്ഷെ അതൊന്ന് കണ്ണു തുറന്ന് കാണാനുള്ള ഒരു സംവിധാനം, അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനത്തിലെങ്കിലും പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് ജോലി സാധ്യത, മ്യൂസിക് വരെ എടുത്ത് കളഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. പണ്ട് പാട്ടിന് അധ്യാപകരെയൊക്കെ സ്കൂളുകളിൽ വെച്ചിരുന്ന പോലും അതുപോലും ഇപ്പം മാറ്റിക്കളഞ്ഞിട്ട് വരിക. പക്ഷെ സ്കൂളിൽ സംഗീതം വേണ്ടേ? അതായത് ഈ കലോത്സവ സമയത്തല്ലാതെ മറ്റൊരു തരത്തിൽ നമ്മളുടെ നാട്ടിൽ അവസരങ്ങളില്ല, അല്ലെങ്കിൽ അധ്യാപകർ ബുദ്ധിമുട്ടുന്നു എന്നാണോ പറയാൻ? ബുദ്ധിമുട്ടുണ്ട്, എനിക്കറിയാം. ഞാൻ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാം ബുദ്ധിമുട്ടുണ്ട് ശരിക്ക്. പിന്നെ സ്കൂളുകളിൽ ഉള്ളത് അവർ വലിയ ഒരു ശമ്പളമൊന്നും കൊടുക്കാൻ സ്കൂള് തയ്യാറല്ല. താൽക്കാലികം എന്ന് പറഞ്ഞാൽ ചില സ്കൂളുകൾ സീസൺ ആകുമ്പോൾ വിളിക്കുള്ളൂ ഗ്രൂപ്പ് പഠിപ്പിക്കാൻ. പിന്നെ ക്ലാസിക്കൽ പഠിക്കുന്നതെല്ലാം കുട്ടികളെല്ലാം ഇൻഡിവിജ്വലായിട്ടാണ്. അത് സ്കൂളുകളിൽ കോമൺ ക്ലാസ്സുകളില്ല. അതിപ്പോൾ ഞാൻ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നില്ല, എൻ്റെ സ്ഥാപനത്തിൽ വന്നിട്ട് കുട്ടികൾ മത്സര സമയമാകുമ്പോൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം ഓൾറെഡി ഇതിപ്പോ ഈ മത്സര സമയമാകുമ്പോൾ പഠിക്കുന്നുണ്ട് പറഞ്ഞാൽ ഈ കുട്ടികൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന കുട്ടികളാണോ അതോ മത്സര സമയത്ത് വേണ്ടി മാത്രം ഈ ക്ലാസ് രണ്ടുമുണ്ട്. സ്ഥിരമായിട്ട് പഠിച്ച് കളിക്കുന്ന കുട്ടികളുണ്ട്, അതേപോലെ പെട്ടെന്ന് തട്ടിക്കൂട്ടി വന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ തട്ടിക്കൂട്ടുന്നതും മറ്റതും അജഗജാന്തര വ്യത്യാസം. തട്ടിക്കൂട്ടി പഠിക്കുന്നതിൽ അർത്ഥമുണ്ടോന്നാണ് എന്റെ ഒരു സംശയം. അർത്ഥമില്ല, ഒന്നുമില്ല. എന്താന്ന് ചോദിച്ചാൽ ആ ഐറ്റത്തിനെ കുറിച്ച് ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ചാൽ തന്നെ കുട്ടിക്ക് അറിയാൻ പാടില്ല. ഇപ്പൊ പുതിയൊരു നിയമം ചെറുതായിട്ട് ഇങ്ങനെ വന്നു, അത് ഉറപ്പായിട്ടില്ല. കുട്ടിയുടെ അടുത്ത് 5 ക്വസ്റ്റ്യൻസ് ചോദിക്കാന്നുള്ളത്. ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഒരു ജതി താളിട്ട് പറയണം. ഒരു ജതി എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണെന്ന്? അറിയാവോ? എന്തോ എനിക്ക് അറിഞ്ഞൂല. അല്ല, പാട്ട് ഡാൻസ് എന്നുള്ളത് അറിയാവുന്നവര് ചിലര് കാണും, മനസ്സിലായില്ലേ? അതുകൊണ്ട് ചോദിച്ചാൽ. അപ്പൊ ഒരു ജതി എന്ന് പറഞ്ഞാല് ഭരതനാട്യത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഐറ്റമാണ് നമ്മള് വർണ്ണം എന്ന് പറയാം. ആ വർണ്ണമാണ് മത്സരങ്ങൾക്ക് കളിക്കുന്നത്. ഈ വർണ്ണം ശരിക്കും അരമണിക്കൂർ 3/4 മണിക്കൂർ നല്ലൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണെങ്കിൽ 1 മണിക്കൂർ ചെയ്യാം എന്ന് വെച്ചാൽ. അപ്പോൾ ഇതെങ്ങനെ 1 മണിക്കൂർ ചെയ്യുന്നത്? ഇപ്പം അഹല്യാമോക്ഷം വലിയൊരു കഥയാണ്, ഗീതോപദേശം വലിയൊരു കഥയാണ്. അങ്ങനെ പല പല കഥകൾ, പാഞ്ചാലി വസ്ത്രാക്ഷേപം, ഗജേന്ദ്രമോക്ഷം, ഇങ്ങനത്തെ. അപ്പോൾ ഏതാ നമ്മളൊരു കൃഷ്ണനെ കുറിച്ച് എടുക്കണമെങ്കിൽ ആ കഥകളെല്ലാം ഇതിനകത്ത് ആ വരിക്ക് സൂട്ടായിട്ടുള്ള കഥകൾ പഠിക്കാൻ വരുന്നവർ അവരെങ്ങനെയാണ്? അപ്പൊ ഈ 1 മണിക്കൂറുള്ളത് നമ്മൾ ഈ 10 മിനിറ്റ് ആക്കുന്നത്. ഈ 10 മിനിറ്റ് സാധനം മാത്രം 10 മിനിറ്റിൽ കട്ടൻ ഇട്ടിരിക്കും. 10 മിനിറ്റിന് സെക്കൻഡ്സ് ഇപ്പുറത്ത് അത് സ്റ്റോപ്പ് ചെയ്യണം നമ്മള്. എന്നിട്ട് ഇത് കളിക്കുന്ന ഈ കുട്ടിക്ക് എത്ര അറിവുണ്ടാവും? അപ്പോൾ അത്ര അറിവേ ഉള്ളൂ. പിന്നെ ചില അധ്യാപകർ, ചില പാരൻസ്, അതിലുപരി കുട്ടികൾ പറയും ടീച്ചർ എനിക്കത് ഫുള്ള് പഠിക്കണം, എവിടെയെങ്കിലും പ്രോഗ്രാമായിട്ട് ചെയ്യാലോ എന്ന് പറഞ്ഞാൽ പഠിക്കുകയാണെങ്കിൽ ആ കുട്ടി നല്ല ഒരു. പക്ഷേ ഭരതനാട്യം പോലുള്ള അല്ലെങ്കിൽ കുച്ചിപ്പുടി പോലുള്ള ഒരു കല എന്ന് പറയുന്നത് ഇതുപോലെ ഈ 10 മിനിറ്റിന് വേണ്ടി മാത്രം പഠിച്ചൊതുക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഒരു 100 കുട്ടികൾ എടുക്കുകയാണെങ്കിലേ നല്ലൊരു ഭരതനാട്യ കച്ചേരി എന്ന് പറയുമ്പോൾ എല്ലാ ഐറ്റം ചെയ്യുന്നത് ഒറ്റയ്ക്ക് ആ കുട്ടി സ്വന്തമായിട്ടൊരു പ്രോഗ്രാം ചെയ്യാൻ ആപ്റ്റാക്കിയിട്ട് നമ്മൾ എടുക്കാനായിട്ടുള്ള ചിലർ അങ്ങനെയുണ്ട്. എന്നാൽ അല്ലാത്ത രീതിയിലുള്ളവരുണ്ട്. രണ്ടുമുണ്ട്. ഒന്നും പഠിക്കണില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. നല്ല അറിവോടുകൂടെ പഠിക്കുന്ന കുട്ടികളുണ്ട്, എല്ലാ ഐറ്റംസും. അപ്പോൾ അപ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് വരുന്നത്. ഈ യഥാർത്ഥ കലാകാരന്മാർ ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് എത്രത്തോളം അവസരവും ഈ പറഞ്ഞതുപോലെയുള്ള ഇത് കാര്യങ്ങൾ ഈ യുവജനോത്സവങ്ങളിൽ ലഭിക്കുന്നുണ്ട്. ഞാൻ 42 വർഷമായിട്ട് എനിക്ക് എവിടെ അവസരം? അതായത് ഈ താൽക്കാലികമായി തട്ടിക്കൂട്ടിൽ വന്ന അവർക്ക് പ്രൈസ് കിട്ടുന്ന അവസരങ്ങളുമില്ല. 1ാം സ്ഥാനം കിട്ടുന്ന അല്ല, പ്രൈസ് കിട്ടുന്ന ഒരു പരിധി വരെ പത്രങ്ങളിൽ ഇപ്പം നിങ്ങളെ പോലുള്ള ഒരു പത്രത്തിൽ വായിക്കുമ്പോൾ ആ സീസൺ ആകുമ്പോഴും പത്രത്തിൽ കാണാം അല്ലേ, പൈസ കൊടുത്ത് മേടിച്ചു, അല്ലെങ്കിൽ ഫോണിൽ 2 പേര് സംസാരിക്കുന്ന പിടിച്ചിട്ട് ചാനലുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സത്യമാണത്? അങ്ങനെയുണ്ട്. അപ്പൊ സത്യം ഇപ്പൊ ഇവരെ അങ്ങനെയുള്ളവർക്കാണ് ഇതിപ്പോ ഈ മത്സരം വേണമെന്നുള്ളത് തീരുമാനം വന്നിരിക്കുന്നത്. അതായത് ഈ കോഴ കേസിൽ പെട്ടുന്ന. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ സ്വന്തം ഒരു അഭിപ്രായത്തിൽ, എനിക്കിപ്പോൾ ഞാൻ 42 വർഷം ഫീൽഡിൽ വന്നിട്ടുള്ള ഏകദേശം എൻ്റെ വയസ്സ് അപ്പോൾ എല്ലാവർക്കും ഒരു രൂപമുണ്ട്. ഈ ഏജിലുള്ള പഴയ ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അങ്ങനെയൊന്നും വാങ്ങിക്കാത്തവരും ചെയ്യാത്തവരാ. ഇപ്പോഴത്തെ കുറേ പേര് ഇതുപോലെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോഴേ ആ ഒരു വളരെ എല്ലാവരും ആദരിക്കുന്ന ഈ കലയെ അപമാനിക്കുന്ന തരത്തിലോട്ടുള്ള ഒരു യാത്ര ചെറുതായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ 42 വർഷമായി എന്ന് പറഞ്ഞു. അപ്പൊ ഈ പഴയ കാലത്ത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ലോ സ്വാഭാവികം. ഇത്ര ഇടപെടലുകളും ഈ സ്വാധീനവും ഒന്നും ഉണ്ടാകാതിരുന്ന എന്തുകൊണ്ടാണ്? ഇത് രാഷ്ട്രീയ സ്വാധീനമാണോ അതോ ഈ പണക്കൊഴുപ്പിന്റെ പ്രശ്നമാണോ? എന്താണ് ഇതിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിരിക്കുന്നത്? സമ്മാനം കിട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം അവരുടെ. സമ്മാനം ഏത് രീതിയും സമ്മാനം മേടിക്കുക എന്നുള്ള ഒരു രീതി. അത് വന്നു കഴിയുമ്പോൾ കല പോയില്ലേ? കല പോയി. യഥാർത്ഥ കുട്ടി കയറി വരുന്നില്ല.
അപ്പം ഞാൻ അവരോട് റിക്വസ്റ്റായിട്ട് പറയാറുണ്ട്, നിങ്ങൾ ഒരു കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കും, ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കും. നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് നല്ല കഴിവുള്ള കുട്ടിക്ക് കൊടുക്കുക, എന്നിട്ട് മറ്റേ കുട്ടിക്ക് നിങ്ങൾ അങ്ങനെ കൊടുക്കുക. അതും ചെയ്യാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷേ ഈ മീഡിയയിലൊക്കെ കിട്ടുന്ന ഒരു എക്സ്പോഷറും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഈ സമ്മാനത്തിന്. മീഡിയകൾ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥമായിട്ട് കാര്യങ്ങൾ അറിയുന്നില്ല. കാര്യങ്ങൾ അറിയണമെങ്കിൽ അതിൻ്റെതായ ഒരു ഇപ്പോൾ എൻ്റെ ഏജിലുള്ള കുറച്ച് ടീച്ചേഴ്സിനെ വിളിച്ച് അതിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുക അല്ലെങ്കിൽ രൂപപ്പെടുത്തുകയൊക്കെ ചെയ്യണം. അല്ലാതെ ഇപ്പോൾ വരുന്ന ഒന്നും അറിയാൻ പാടില്ലാത്ത കുറേ ആൾക്കാർ വന്നിട്ട് ഈ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് തന്നെ എല്ലാ ഐറ്റംസും കാര്യങ്ങളും അറിയില്ല. അവർ നേരത്തെ ഒരു കുട്ടി പഠിക്കാൻ വരണ കാര്യം പറഞ്ഞല്ലോ. ഒരു കുട്ടി പെട്ടെന്ന് ഒരു ഐറ്റം മത്സരത്തിന് പഠിക്കാൻ വരുന്നു. ഈ ഒരു ഐറ്റം പെട്ടെന്ന് വന്നിട്ട് ചെന്നിട്ട് ഒരു ടീച്ചറിൻ്റെ അടുത്ത് ചെന്ന് പഠിക്കുന്ന മാഷന്മാരുണ്ട്. അത് വന്നിട്ട് അതേ അച്ഛൻ തന്നെ ഇവിടെ കൊണ്ട് കൊടുക്കും, ക്യാപ്സൂളായിട്ട് കൊടുക്കും. അതായത് അധ്യാപകർ തന്നെ ക്യാപ്സൂളായി അത് പഠിക്കും, കുട്ടികളിലേക്ക് അത്. അപ്പൊ അതെങ്ങനെയാവും അതിന്റെ ഒരു ഇത്. അപ്പൊ ആ ഒരു സമ്മാനം ഈ കലാമേള എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് വേറൊരു കാഴ്ചയാണ്. അതായത് ഇതിന്റെ ഒരു ഗ്ലാമർ ഭാഗം മാത്രമാണ് നമ്മൾ കാണുന്നത്, അല്ലാതെ കൃത്യമായി പഠിക്കുന്ന കുട്ടികളെ ഒന്നും തിരിച്ചറിയുന്നില്ല. അതുപോലെ അവർ അത് ശരിയാ, യഥാർത്ഥ കുട്ടികളുടെ അനുഭവത്തില് കൃത്യമായി ഈ ഒരുപാട് വർഷങ്ങളായി കഷ്ടപ്പെട്ട് വന്ന് ഇതിനുവേണ്ടി തന്നെ ജീവിതം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഈ കുട്ടികളടക്കം രക്ഷകർത്താക്കൾ. പക്ഷെ അവർക്ക് പലപ്പോഴും ഈ മുഖ്യധാരയിലേക്ക് ഇപ്പൊ സമ്മാനങ്ങളടക്കം, ഒന്നാം സമ്മാനം, ഗ്രേഡ് അടക്കമുള്ള കാര്യങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല. ഈ പെട്ടെന്ന് പഠിച്ച് സ്വാധീനത്തിന്റെ പുറത്ത് കോഴയൊക്കെ കൊടുത്ത് വരുന്ന പലരും പ്രൈസ് വാങ്ങി അവർക്ക് മാധ്യമങ്ങളിൽ ശ്രദ്ധ കിട്ടുന്നു. അങ്ങനെ സംഭവിച്ചിട്ടില്ലേ? അതാണ്. അപ്പൊ അങ്ങനെ കിട്ടുന്ന കുട്ടികളെ ചാനലുകാർ എന്ത് ചെയ്യുന്നു, ഒരു ഫസ്റ്റ് എങ്ങനെയെങ്കിലും ഒക്കെ ഫസ്റ്റ് മേടിച്ചു കാണും ഈ പറഞ്ഞ രീതിയിൽ. ചാനലുകാർക്ക് ഫസ്റ്റ് ആണ് വിഷയം. നമുക്ക് അളവ്, പെർഫോമൻസിന്റെ അളവുകൾ നമുക്കറിയില്ല. അങ്ങനെ അളവുപോലുള്ളവർ വിധിക്കുന്നവരെ നമ്മൾ പുറത്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അത് നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ലോകമുള്ളിടത്തോളം കല നടക്കൂല. എങ്ങനെ നടക്കും? ചാനലുകാർക്ക് ഇപ്പൊ ഇവരെ പുറകെ അടക്കാൻ പറ്റുമോ? അപ്പൊ സത്യമായിട്ട് ഈശ്വരാധീനമുള്ളൊരു തൊഴിലാണ് കല. നമുക്ക് MBBS അല്ലെങ്കിൽ എൻജിനീയറിംഗ് എല്ലാം പൈസ കൊടുത്താൽ ഇപ്പം ആവാം. ഒരു കലാകാരിയാവാൻ പറ്റും. നല്ലൊരു സംഗീതം പഠിച്ച് നല്ലൊരു 4 പേര് പാടൂ എന്ന് പറഞ്ഞാൽ എത്ര പേര് പാടും? പെട്ടെന്ന് ഒരു നൃത്തം ചെയ്യാൻ പറഞ്ഞാൽ എത്ര പേര് ചെയ്യും? എന്ന് പറഞ്ഞ പോലെ നടക്കണ കാര്യമില്ല ഒരു കലാകാരിയാവെന്ന് പറഞ്ഞാൽ. ജന്മം കൊണ്ട് ദൈവത്തിൻ്റെ ഒപ്പ് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് കലാകാരന്മാരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ജന്മം കലാകാരിയാവാൻ തന്നെയാണ് എനിക്ക് താല്പര്യം. എന്നുവെച്ചാൽ നമുക്ക് ആരും നമ്മുടെ മുകളിലില്ല. എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ തന്നെ അല്ല. 42 വർഷമായിട്ട് കലാരംഗത്തുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഗുണവും ദോഷവും പെട്ടെന്ന് പറയാൻ പറ്റുന്ന എന്തൊക്കെയാണ്? ഗുണമൊന്നും ഉണ്ടായിട്ടില്ല, വലിയ ഗുണമൊന്നും പറയാനില്ല. പക്ഷെ ഈശ്വരാധീനം കൊണ്ട് രോഗമില്ലാത്തൊരു ശരീരം വളരെയധികം നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോരുത്തർ. രോഗം, അതേപോലെ മരണം, അതേപോലെ പ്രകൃതി തന്നിട്ടുള്ള ഈ ദുരന്തം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടോ എല്ലാവരും? ഇല്ല. ഏതു സമയം രോഗം നമ്മുടെ കൂടെ ഉണ്ട്, ഏതു സമയം മരണം നമ്മുടെ കൂടെ ഉണ്ട്. എന്നാണ് മരിക്കുന്നതെന്ന് അറിഞ്ഞെങ്കിൽ എത്ര പേരെ കൊന്നാലും ഓരോരുത്തർ നാളെ എന്തായാലും മരിക്കല്ലേ. ഈ ഒരു ദുരന്തം അതേപോലെ പ്രകൃതിയാണ്. ഒരു കോടതിക്ക്, ഒരു മന്ത്രിസഭയ്ക്ക് ഇതിനകത്ത് ഇടപെടാൻ പറ്റില്ല. അവരെ സഹായിക്കാം എന്നുള്ളത് നമുക്ക് നടക്കും. നമ്മള് കലോത്സവത്തിനെ കുറിച്ചും കലാമേളകളെ കുറിച്ചും കുറെ സംസാരിച്ചു. പക്ഷെ സത്യഭാമ ടീച്ചറുടെ സ്ഥാപനത്തെ കുറിച്ചും നമ്മൾ അധികം ഒന്നും അറിഞ്ഞില്ല. അപ്പൊ സ്ഥാപനം തുടക്കം ഞാൻ ശരിക്കും തൃശ്ശൂർ സ്വദേശിയാ. ട്രിവാൻഡ്രത്ത് വന്നിട്ട് 38 വർഷമായി. ഇതുവരെ ഇവിടുത്തെ ഭാഷ പഠിച്ചിട്ടില്ല. അതങ്ങനെ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. ഇവിടെ തിരുവനന്തപുരമാണോ അതിനെ പറ്റി? എന്തുകൊണ്ടാണ് ഇവിടെ വരാൻ പറ്റിയ? തിരുവനന്തപുരം തന്നെയാണ്. ആ പത്മനാഭന്റെ ഒരു അനുഗ്രഹം. അതായത് എനിക്ക് തോന്നുന്നു പിന്നെ എവിടെയൊക്കെ പ്രളയം വന്നാലും ഇവിടെ വരുമോ എന്നൊരു സംശയം ഇവിടുത്തുകാർ പറയണേ. പത്മനാഭനുള്ളിടത്തോളം കാലം ഇവിടെ വരില്ല, അനന്തശയനമാണ് അദ്ദേഹം കിടക്കുന്നത്, അതുകൊണ്ട് വരില്ല എന്ന് ഇവിടെയുള്ളവർ പറയും. ഞാൻ വിശ്വസിച്ചിട്ടില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ സുനാമി വന്നപ്പോഴും ഇവിടെ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. ശംഖുമുഖത്തൊന്നും കടൽ നമ്മളെ ദ്രോഹിച്ചിട്ടില്ല. ഏകദേശം കന്യാകുമാരിയിലൊക്കെ വന്നല്ലോ. അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ബാങ്കിലായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ അദ്ദേഹം പറവൂർ എറണാകുളത്തുകാരനാണ്. ഇവിടുത്തെ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ അങ്ങനെ വന്നതാണ് ഇവിടെ. പിന്നെ തൃശ്ശൂർ കിട്ടുന്നതിനെക്കാട്ടിലും സാമ്പത്തികം കുറച്ചും കൂടെ ഇവിടെ. ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മത്സര, അവര് 100 കൊടുക്കുകയും ഞങ്ങൾ 10,000 കൊടുക്കും ടീച്ചറിന്, അല്ലെങ്കിൽ ദക്ഷിണയൊക്കെ വയ്ക്കുമ്പോഴേ. അങ്ങനെ അതുമല്ല, ഫീസ് സംബന്ധമായാലും
പ്രോഗ്രാംസ് ഇപ്പം എല്ലാ നമ്മുടെ ആൾക്കാരെല്ലാം ഇവിടെ അല്ലേ മന്ത്രിമാരും അതിന്റെ കൾച്ചറൽ ടൂറിസം എല്ലാ സെക്ഷനും പ്രോഗ്രാംസ് ഒക്കെ കിട്ടാൻ എല്ലാ വേദികളും കുറച്ചും കൂടെ ഇപ്പോൾ ഉണ്ടല്ലോ സമാനമായ രീതിയിൽ അവിടെ അല്ല അവിടെ ഇവിടെ ഇല്ലല്ലോ പ്രോഗ്രാംസ് ഇപ്പോൾ ടൂറിസം ഒക്കെ ആണെങ്കിലും ടൂറിസം നമ്മുടെ ജനുവരിയിൽ ഒരു 10 ദിവസത്തെ പരിപാടി ഉണ്ട് അതൊന്നും നമ്മൾ സാധാരണക്കാർക്കില്ല അവരെല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരും അതാ ഞാൻ പറഞ്ഞത് അവിടെ ആർട്ടിസ്റ്റുകൾക്ക് വേദികളില്ല ചാൻസ് ഇല്ല നമ്മുടെ കലാകാരന്മാർക്ക് ശേഷം ഈ ഓണാഘോഷം നിന്നു ഇനിയുള്ള കുറെ ദിവസങ്ങളിലൊക്കെയുള്ള ടൂറിസവുമായി ബന്ധപ്പെട്ട എല്ലാം ഞങ്ങൾക്കൊക്കെ ഞങ്ങളെ കലാകാരന്മാരെ വയറ്റത്തടിക്കുന്ന പരിപാടി ദുരന്തം മുഖാന്തരം ഉണ്ടായിരുന്നു കലാമേള ഏറ്റവും അധികം ബാധിക്കുക അപ്പൊ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ഡാൻസ് ടീച്ചർമാർ മാത്രമേ രക്ഷപ്പെടുള്ളൂല്ലോ അല്ലാത്തവര് ഈ ദുഃഖം അനുഭവിക്കുന്ന അവരെ പോലെ തന്നെ അനുഭവിക്കുകയാണ് നമ്മൾ വെള്ളത്തിൽ കിടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എത്ര സ്റ്റുഡൻസ് ഉണ്ട് എനിക്കൊരു 100-200 പേരുണ്ട് ടോട്ടല് പല സമയത്തായിട്ട് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട് 2 നേരം കുറച്ചുകൂടെ അമ്മമാരൊക്കെ വരുന്ന മോർണിംഗിലാ ഒരു 10 മണിയൊക്കെ ആകുമ്പോ ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള കുറെ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ എല്ലാവരും ഏകദേശം ഒരു 4 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെയുള്ളവരുണ്ട് പല ടൈമിലാണ് ക്ലാസ് ഭരതനാട്യം കുച്ചിപ്പുടി എല്ലാം ഉണ്ട് ക്ലാസിക്കൽ 3 ഉള്ളൂ ഞാൻ ഈ ഫോക്ക് സെക്ഷനിലൊന്നുമില്ല അതൊക്കെ വളരെ ബഹുമാനിക്കുന്നു ഞാൻ അതിനൊക്കെ പക്ഷെ എനിക്കത് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു കഴിവ് കുറവുണ്ട് നമ്മൾ അപ്പൊ അതിലേക്ക് കടന്നിട്ട് കാര്യമില്ല ടീച്ചർ അനുഭവത്തിൽ ഇത് പഠിക്കാനുള്ള ആഗ്രഹം അത് കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ കലാരംഗത്തേക്ക് കടന്നു വരുന്നവരുടെ പിന്നെ എനിക്കിപ്പോ ഏകദേശം സീനിയർ സിറ്റിസൺ ആവാനായി അപ്പോൾ നീ നേരത്തെ പറഞ്ഞതുപോലെ ഏതു സമയം ഇനി മരണം നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോൾ ഇനി അങ്ങനെ സംഭവിക്കുമോ ഇനി ഒരുപാട് ചെറുപ്പമായിട്ട് നടക്കാനും അതുപോലെ ഇനി ഈ പുറകോട്ടുള്ള നമ്മുടെ പഴയ ടൈമിലേക്ക് നല്ല ചെറുപ്പമായിട്ട് നടന്നിരുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് അവസരങ്ങളുള്ള പ്രോഗ്രാംസൊക്കെ വളരെ കുറവാണ് ചെയ്തിട്ടുള്ളൂ സ്റ്റേജുകളിൽ പഠിപ്പിക്കുന്നതൊക്കെ വളരെ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് യൂണിവേഴ്സിറ്റി കുട്ടികളെ വാർത്തെടുത്തിട്ടുണ്ട് അത് മത്സരങ്ങളിലൊക്കെ എന്നിരുന്നാലും നമ്മൾ കളിച്ചിട്ടുള്ള ഒരു സായുജ്യമുണ്ട് നമുക്ക് അത് വളരെ കുറവായിരുന്നു എന്നുവെച്ചാൽ വേദികളില്ല നമ്മളെ കേരളത്തിൽ നല്ല നല്ല ആർട്ടിസ്റ്റുകളുണ്ട് അവരെയൊക്കെ ഒരു പ്രോത്സാഹിപ്പിക്കേണ്ടത് ആരാണ് ഏകദേശം നമ്മുടെ ആൾക്കാരൊക്കെ തന്നെയാണ് ഇപ്പോൾ നമ്മളിവിടെ എല്ലാവരും പരിഗണിക്കുക സെലിബ്രിറ്റീസിനെയും ഞങ്ങൾ ചാനലുകൾ ഞങ്ങൾക്ക് ഇതുപോലെ ഇന്റർവ്യൂസുകൾ മാത്രമേ ഞങ്ങളെ അറിയപ്പെടുന്നുള്ളൂ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ടീച്ചറിനെ അവിടെ കണ്ടില്ല ഇന്ന ചാനലിൽ കണ്ടില്ല അങ്ങനത്തെ പരസ്യങ്ങളായി ഇപ്പോൾ ഇവിടെയുള്ള കലാകാരന്മാർക്ക് ഏതായാലും വളരെയധികം നന്ദി ടീച്ചർ ഇവിടെ എത്തി ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചതിന് നമുക്ക് വളരെ തുറന്ന് സംസാരിക്കാൻ എല്ലാ കാര്യങ്ങളിലും പറ്റി വളരെയധികം നന്ദി എത്തിയതിന്